ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പാലക് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കിൻ്റെ ചീര നല്ലതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചു. അതിനുശേഷം പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും എടുത്തു വെച്ചിട്ടുണ്ടേ. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തു വെക്കുന്നുണ്ട്. സവാള, ടൊമാറ്റോസ്, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ പട്ടയും ലീഫും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചത് ഇപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. ഒരു 1.5 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നല്ല കട്ടിയായിട്ടാണ് നെയ്യ് ഇരിക്കുന്നത്. അതൊന്ന് കട്ടിയൊന്ന് മാറിയിട്ട് കടുകിടാം എന്നും പറഞ്ഞിട്ടാണ്. ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇപ്പം കട്ടി മാറും. കടുകിട്ട് കൊടുത്തേ. കടുക് നല്ലതുപോലെ കിടന്ന് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബേ ലീഫും പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള, പകുതി അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിലും ഇടാം. ഞാൻ പകുതിയേ ഇട്ടോളൂ. ഞാൻ 2 ഗ്ലാസ് അരിയെ ഇട്ടിട്ടുള്ളായിരുന്നു. അതും ചെറിയ ഗ്ലാസ്സിലാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പിന്നെ കാഷ്യൂനട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 ചേർക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ടൊമാറ്റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. പിന്നെ ഞാൻ അരച്ചു വെച്ച കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതും പച്ചവാസന നല്ലതുപോലെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കുട്ടികളൊക്കെ ചീരയൊക്കെ കഴിക്കാത്ത കുട്ടികളില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ചില കുട്ടികൾ ചീരയൊക്കെ ഇങ്ങനെ വായിൽ തടയുമ്പോൾ എടുത്ത് കളയുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് ഈസിയാണ് ഇത് ഉണ്ടാക്കാനും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ റൈസിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളേ. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടാൽ മതി. നല്ലതായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുക. ആ പച്ചമണം മാറട്ടെ എന്ന് പറഞ്ഞിട്ടേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ചീരയെല്ലാം ഇടുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, അത് ഒരു 3/4 സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോഴേ ഇതിന് നല്ലൊരു വാസന വരും. അത് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് റൈസ് എടുത്ത് ഈ ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യാം. ഇഷ്ടമായോ? ഞാൻ റൈസ് എടുത്ത് വെച്ചേക്കുന്നത് കണ്ടോ? വാ കഴിക്കാൻ വരാം.
ലെമണും പിന്നെ സാലഡും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ചിപ്സോ പിന്നെ മിച്ചറോ അല്ലെങ്കിൽ മുട്ട